ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Arithmetic instructions performs various arithmetic operations such as addition, subtraction, increment and decrement. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷനും സബ്സ്ട്രാക്ഷനും അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. അതിൽ ADD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ കേസ് തന്നെ കൊടുക്കണം. ADD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. ആഡ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്ററിലെ കണ്ടൻറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഏതായിട്ട് അക്യുമുലേറ്ററിലെ ഡാറ്റ ആയിട്ടും അക്യുമുലേറ്ററിലെ ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റ ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ADI ആഡ് ഇമ്മീഡിയറ്റ്. അപ്പം എന്ത് ചെയ്യാം, ADI എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, അക്യുമുലേറ്ററിലെ ഡാറ്റയിലോട്ട് എന്ത് ചെയ്യും, അത് ആഡ് ചെയ്യും, എന്നിട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. SUB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. SUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ഇമ്മീഡിയറ്റ്, സബ്സ്ട്രാക്ട് 8 ബിറ്റ് ഡാറ്റ. അപ്പോൾ 8 ബിറ്റ് ഡാറ്റ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലെ ഡാറ്റയിൽ നിന്ന് നമ്മൾ പറയുന്ന 8 ബിറ്റ് ഡാറ്റ എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. INR ഇൻക്രിമെൻറ്റ്, ഇൻക്രീസ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ ബൈ 1. അതായത് നമ്മൾ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യും, 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. DCR പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രിമെൻറ്റ്, അതായത് ഡിക്രീസ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ ബൈ 1. രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യും, 1 ഡിക്രീസ് ചെയ്യും. ഇതാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയുമാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. മെയിനായിട്ടുള്ള അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസും ഓരോന്നും എങ്ങനെ പെർഫോം ചെയ്യുന്നില്ല നമുക്ക് നോക്കാം. ദ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഈസ് ഗിവൺ ആസ് ഫോളോസ്. ADDR. ദിസ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ ദ ഡാറ്റ പ്രസൻറ്റ് ഇൻ രജിസ്റ്റർ. അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ADD സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്ററിൽ പറയുന്ന ഡാറ്റ അക്യുമുലേറ്ററിലെ ഡാറ്റ ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അക്യുമുലേറ്ററിൽ ഒരു 10 ഉണ്ട് എന്ന് വിചാരിച്ചു. സപ്പോസ് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അക്യുമുലേറ്ററിൽ എന്തുണ്ട്, 10 ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. നമ്മൾ രജിസ്റ്ററിൽ എന്ത് ചെയ്യുക, 20 ഉണ്ട്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിലാണ് ഈ 20 ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ADDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ADDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ആ അക്യുമുലേറ്ററിലെ 10ഉം രജിസ്റ്ററിലെ ബിയിലെ 20 തമ്മിൽ ആഡ് ചെയ്യും, 30. എന്നിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അക്യുമുലേറ്ററിൽ പിന്നെ ഉണ്ടാവുക 30 എന്ന് പറഞ്ഞ വിലയായിരിക്കും ഉണ്ടാവുക. ഈ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു രജിസ്റ്ററാണ്. ഓക്കെ, അപ്പം എക്സാമിന് ചിലപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ഒക്കെ ശരിക്കും പഠിക്കണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ രജിസ്റ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിലെ ഡാറ്റയും തമ്മിൽ ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ADDB. ഇനി ADDM പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ അതേപോലെ തന്നെ മെമ്മറി ആയിട്ട്. ഇപ്പോൾ മെമ്മറിയിലെ ഡാറ്റ അക്യുമുലേറ്ററിലെ ഡാറ്റ ആയിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പം ADD52H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറിയാണ് കേട്ടോ. ആ മെമ്മറിയിലെ ഡാറ്റ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലെ ഡാറ്റ ആയിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അത് ഒന്നുകൂടിയും ഇതിൽ വൈഡായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം ജസ്റ്റ്. ADDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, R ആരോ A+R എന്നാണ് മീൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ അക്യുമുലേറ്ററിലെ ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യണം എന്ത്, അക്യുമുലേറ്ററിലെ ഡാറ്റയും ഈ രജിസ്റ്ററിൽ പറയുന്ന ഡാറ്റയും കൂടി ആഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതാണ് ഡാറ്റ ഫ്ലോ ആണ് ആ ആരോ കാണിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ രജിസ്റ്ററിനാണ് കൊടുക്കാറ്. സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് അറിയാമല്ലോ. ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറിയാണ് മീൻ ചെയ്യുന്നത്. തൊട്ട് താഴത്തെ എക്സാമ്പിൾ മനസ്സിലാവും. അപ്പോൾ A+R എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലെ ഡാറ്റനോട് രജിസ്റ്ററിലെ ഡാറ്റ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതാണ് ആഡ് രജിസ്റ്റർ ടു അക്യുമുലേറ്റർ.
അപ്പോൾ എക്സാമ്പിൾ ആണെച്ചെങ്കിൽ ADD-K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററാണ്. അതിലുള്ള ഡാറ്റ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലെ ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ADD-M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അക്യുമുലേറ്ററിലെ ഡാറ്റയും മെമ്മറിയിലെ ഡാറ്റയും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മെമ്മറി ലൊക്കേഷനാണ്. അതായതുകൊണ്ടാണ് അത് ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ACCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്യാരി. അപ്പോൾ ക്യാരി ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് രജിസ്റ്ററിലുള്ള വാല്യൂം. ഇത് വേറെ ഒന്നാണ്. ACC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും ക്യാരിയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരീനെയാണ് നമ്മൾ CS എന്ന് പറഞ്ഞാൽ മീൻ ചെയ്തത്. ഇതൊക്കെ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ശരിക്കും കേൾക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഫ്ലാഗുകൾ എന്താണ്, ഓരോ ലെറ്ററുകൾ എന്താണെന്നില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓർമ്മയിലുണ്ടാവണം കേട്ടോ. അപ്പം ക്യാരിയിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ADI ആഡ് ഇമ്മീഡിയറ്റ് എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, ADI പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നേരൊരു ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, AF ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും 5K എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യും അക്യുമുലേറ്ററിലെ ഡാറ്റ ആയിട്ട് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും. മെമ്മറിയിലെ ഡാറ്റ എന്ത് ചെയ്യും അതിലോട്ട് എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്തത് അതിൻ്റെ തൊട്ടതായ SUBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ആയിട്ടുള്ള ഡാറ്റയായിട്ട് എന്ത് ചെയ്യാം സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അക്യുമുലേറ്ററിലെ ഡാറ്റയിൽ നിന്ന് രജിസ്റ്ററിലത്തെ ഡാറ്റ എന്ത് ചെയ്യും മൈനസ് ചെയ്തിട്ട് പിന്നെ എന്താണോ റിസൾട്ട് വരുന്നത് വെച്ചെങ്കിൽ അതെന്ത് ചെയ്യും അതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ മെമ്മറി ആയിട്ട് എന്ത് ചെയ്യുക സബ്സ്ട്രാക്ട് ചെയ്യുക. SBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലെ ഡാറ്റയും മെമ്മറിയിലെ ഡാറ്റയും ക്യാരിയിലുള്ള ഡാറ്റയും കൂടി സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. SUI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ഇമ്മീഡിയറ്റ്. ഓക്കെ, അപ്പോൾ അതിലെന്തുണ്ടാവും ആ പറയുന്ന ഡാറ്റ രജിസ്റ്റർ അക്യുമുലേറ്ററിന് എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് നോക്കിയേ INR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ കണ്ടൻറ്റ്. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന സ്ക്വയർ ബ്രാക്കറ്റിൽ, അതിലോട്ടാണ് സ്റ്റോർ ചെയ്തത്. ഇപ്പോൾ എന്ത് ചെയ്യും രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. എന്ത് രജിസ്റ്ററിലുള്ള ഡാറ്റനോട് കൂടെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ INRK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഇപ്പോൾ 10 ആണ് ഉണ്ടായിരുന്നതെങ്കിൽ 10നോട് കൂടി ഒന്ന് സ്റ്റോർ ചെയ്തിട്ട് 11 എന്ത് ചെയ്യും Kയിൽ സ്റ്റോർ ചെയ്യും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഡിക്രിമെൻറ്റും DCRഉം. ഓക്കെ, അതൊക്കെ സിമ്പിളാണ് സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. ദിസ് ഇൻസ്ട്രക്ഷൻ ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക്കൽ ഓർ ബൂളിയൻ ഓപ്പറേഷൻ ഓവർ ദി ഡാറ്റ പ്രസൻറ്റ് ഇൻ ഐദർ രജിസ്റ്റർ ഓർ മെമ്മറി. മെമ്മറിയിലോ അല്ലെങ്കിൽ രജിസ്റ്ററിലോ ഉള്ള ഡാറ്റൻ്റെ പുറത്ത് എന്ത് ചെയ്യുക ഒരു ബൂളിയൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് AND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് എന്നാണ്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററാണ്. എന്താണ് ലോജിക്കൽ ആൻഡ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യാം രജിസ്റ്ററിലുള്ളതും ഇതായിട്ടില്ല അക്യുമുലേറ്ററിലും രജിസ്റ്ററിലുള്ള ഡാറ്റ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തും. ഇപ്പോൾ അക്യുമുലേറ്ററിൽ ഡാറ്റ ഉണ്ടാവും, പിന്നെ നമ്മൾ പറഞ്ഞ രജിസ്റ്ററിലെ ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യും ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ടായിരിക്കും എന്ത് ചെയ്യുക അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. ANI ആഡ് ഇമ്മീഡിയറ്റ്. നമ്മൾ പറയുന്നൊരു ഡാറ്റയും അക്യുമുലേറ്ററിലെ ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യും ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ORA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഓപ്പറേഷൻ നടത്തിയിട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ORI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്. ഓക്കെ, നമ്മൾ പറയുന്നൊരു ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യും ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അത് അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്യും. XRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XOR ആണ്. എക്സ്ക്ലൂസീവ് ഓർ ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ. XRI ഇനി ഇത് ഓരോന്നിൻ്റെയും ടാബിൾ വെച്ചിട്ട് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് എന്താണ്, എന്താണ്, XOR എന്താണെന്നുള്ളത് പ്രത്യേകം നമ്മൾ പറയുന്നുണ്ട്. അടുത്ത ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഓരോന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ മെമ്മറിയിൽ സംഭവിക്കുക?
അപ്പോൾ അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ ഡാറ്റ ആയിട്ടാണ് എന്ത് ചെയ്യുക, അത് ഓപ്പറേഷൻ നടക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗിലാണല്ലോ അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തും. മോഡിഫൈ അതാ സീറോ ഫ്ലാഗ്, എൻ്റെ എന്താ ഇസഡ് ഫ്ലാഗ്, പാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, ഇതിലൊക്കെ എന്തുണ്ടാവും, ഇതിനെ ഈ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വന്നേക്കാം. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യും, അതിന് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോജിക്കൽ ഓപ്പറേഷൻസിലേ ഇപ്പം ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗിലൊക്കെ എന്തുണ്ടാവും, ഈ ലോജിക്കൽ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ റിസൾട്ട് അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്തുണ്ടാവുക, തിരിച്ച് സ്റ്റോറി ആൻഡ് അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം റിസൾട്ട് സ്റ്റോർ ചെയ്യുക അക്യുമുലേറ്ററിൽ തന്നെയാണ്. ഓക്കെ, അതേപോലെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ള, അക്യുമുലേറ്ററിൽ ചേഞ്ചസ് വരും, പക്ഷേ രജിസ്റ്ററിലുള്ള ഡാറ്റയിൽ എന്തുണ്ടാവും, ഒരു ചേഞ്ചസും വരില്ല എന്നർത്ഥം. ഇപ്പം അക്യുമുലേറ്ററിലെ ഡാറ്റയും രജിസ്റ്ററിലെ ഡാറ്റയും തമ്മിലാണ് എന്ത് ചെയ്യുക, കമ്പാരിസൺ നടക്കുക. കമ്പാരിസൺ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ റിസൾട്ടിലുള്ള വാല്യൂ എന്താവില്ല, അതിലൊരു ചേഞ്ചസും വരില്ല. അക്യുമുലേറ്ററിലെ ഡാറ്റ മാറും. ഓക്കെ, അത് നമ്മൾ എക്സാമ്പിൾ ആക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഇൻസർഷൻ സെറ്റ് AND ആൻഡ് ആർ, അതായത് രജിസ്റ്ററിലുള്ളതും അക്യുമുലേറ്ററിലുള്ളതും ആൻഡ് ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ എന്ത് ചെയ്യാം, അക്യുമുലേറ്റർക്ക് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഓപ്പറേഷൻ ആട്ടോ പറയുന്നത് ടേബിളിലെ, അക്യുമുലേറ്റർക്ക് സ്റ്റോർ ചെയ്യണം എന്ത്, അക്യുമുലേറ്ററിലുള്ളതും രജിസ്റ്ററിലുള്ളതും ആൻഡ് ഓപ്പറേഷൻ. നമ്മളവിടെ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യുക, ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, അത് അക്യുമുലേറ്ററിൽ എന്തുണ്ടാവും, സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ആൻഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലെ ഡാറ്റയും മെമ്മറിയിലുള്ള ഡാറ്റയും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ANI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഇമ്മീഡിയറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന പിന്നെ കൊടുക്കുന്ന ഡാറ്റയും അക്യുമുലേറ്ററിലെ ഡാറ്റയും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് മൂന്നിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എക്സാമ്പിൾ A = 20H. അപ്പോൾ എയിൽ എന്തുണ്ട്, 20H എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണുള്ളത്. R1 എന്താ ഉള്ളത്, 11H എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയാണ് അതിലുള്ളത്, 11H. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലുള്ള ഡാറ്റയും രജിസ്റ്ററിലുള്ള ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യും, ആൻഡ് ഓപ്പറേഷൻ നടത്തും. അപ്പോൾ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ 20Hൻ്റെ ബൈനറി നമ്പറാണ് 00100000 അത് വാല്യൂ. 11Hൻ്റെ ബൈനറി നമ്പറാണ് താഴെ പറഞ്ഞിരിക്കുന്നത് 001001. അപ്പോൾ അത് രണ്ടും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ, ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 1 ആണെങ്കിൽ 1 വരുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ എന്താവും, 0 ആയിരിക്കും. അപ്പം 0ഉം 1ഉം തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ 0 ആണ് വരിക, പിന്നെ ബാക്കിയൊക്കെ 0 ആണ്. ഇവിടെ എവിടെയും എന്തില്ല, 1ഉം തമ്മിൽ വന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, മൊത്തം റിസൾട്ട് 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തുണ്ടാവും, 0H ആയിരിക്കും വരിക. അപ്പോൾ ഈ 0H എന്ത് ചെയ്യും, എയിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഫൈനലി ഇതിലെന്തുണ്ടാവും, അക്യുമുലേറ്ററിൽ 00H ആയിരിക്കും ഉണ്ടാവുക, 20H പോയിട്ട് 00H ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ R1 എന്തായിരിക്കും ഉണ്ടാവുക, 11H ആയിരിക്കും ഉണ്ടാവുക. അതാണ് പറഞ്ഞത്, അക്യുമുലേറ്ററിൽ ചേഞ്ചസ് വരും, രജിസ്റ്ററിൽ എന്തുണ്ടാവില്ല, ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഇനി മെമ്മറിയിൽ, അതായത് A = 20H തന്നെ HL എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷൻ, അതിലെന്തുണ്ടാവും, 32H ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ 20Hൻ്റെ 00100000 ആണ്, 32Hൻ്റെ 00110010 ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ 11 മൂന്നാമത്തെ ഡിജിറ്റിൽ എന്ത് ചെയ്യും, രണ്ടിടത്തും 11 വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും, അവിടെ 1 ആയിരിക്കും വരിക. അപ്പോൾ 00100000 എന്നാണ് വരിക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20H ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അക്യുമുലേറ്ററിൽ 20Hനെ സ്റ്റോർ ചെയ്യും. അതിൽ ചേഞ്ചസ് ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, ഇത് വരില്ല, അതന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിൽ സ്റ്റോർ ചെയ്യുക. ആക്ച്വലി ചേഞ്ചസ് വന്നിട്ടുണ്ട്, എന്തായി 20H ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് ANI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഇമ്മീഡിയറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, FFH എന്നാണ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ FFH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ 1 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് 20H തന്നെ ആയിരിക്കും വരിക. ഓക്കെ, രണ്ടും 1 വരുന്ന കഴിഞ്ഞാലാണ് ആൻഡിൽ എന്ത് ചെയ്യുക, 1 വരുള്ളൂ, അല്ലെങ്കിൽ എല്ലാ കേസിലും 0 ആയിരിക്കും ആൻഡ് ഓപ്പറേഷൻ നടക്കുക.
ഓക്കെ, അപ്പോൾ അതായിരിക്കും എന്ത് ചെയ്യുക, റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്തത് ഓർ ഓപ്പറേഷനാണ്. ആൻഡിൻ്റെ അതേ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതിലെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് ആൻഡിൽ രണ്ടും 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലേ 1 ആവുള്ളൂ. ഓറിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ രണ്ടും 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തുണ്ടാവും, 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. A=A1H ആണ് കൊടുത്തിരിക്കുന്നത്. R1ൽ എന്തുണ്ടാവും, 21H ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് A1H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 1 0 0 0 0 1 ആണ് വരിക. 21H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 1 0 0 0 0 1 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഓർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താ 2 1 ആണ്. അപ്പോൾ എന്തുണ്ടാവും, 1 വരും. ബാക്കി 0 ആണ്. പിന്നെ അടുത്ത എന്തുണ്ടാവും, 2 1 ആണ് വരുന്നത്. അപ്പോൾ 1 വരും. പിന്നെ 0 ആണ്. പിന്നെ 1 0 ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലും 1 വരുമല്ലോ. അപ്പോൾ 1 വരും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും എന്തുണ്ടാവും, A1H തന്നെ ആയിരിക്കും. അക്യുമുലേറ്ററിൽ അത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ മെമ്മറി ഇതിൻ്റെ വെച്ചിട്ട് അതേപോലെ തന്നെ ഓർ ഇമ്മീഡിയറ്റ് ആണെന്നുള്ളത്. ഓർ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയായിട്ടും ഓർ ഓപ്പറേഷൻ നടത്തിയിട്ട് അത് എന്ത് ചെയ്യും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയില്ല സംഭവം? ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യുക, എക്സോർ ഓപ്പറേറ്റർ. എക്സോർ ഓപ്പറേറ്ററും ഓറും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും എക്സോറിൽ രണ്ടും 1 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, 0 ആയിട്ടായിരിക്കും വരിക. എക്സോറിൽ രണ്ടും 1 വന്നു കഴിഞ്ഞാൽ 1 അല്ലേ വരിക, അല്ല ഓറിൽ രണ്ടും 1 വന്നു കഴിഞ്ഞാൽ 1 ആയിരിക്കും വരിക. പക്ഷേ എക്സോറിൽ രണ്ടും 1 വന്നു കഴിഞ്ഞാലും 0 ആയിരിക്കും വരിക. ആ ഒരു ഡിഫറൻസ് ആണുള്ളത്. മറ്റത് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും 1 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇത് രണ്ടും എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അടുത്തത് CMP എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ, അതേപോലെ CPI ഒക്കെയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് നമുക്ക് ഇതും കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതും കൂടി പറയാം. CMP R or M. CMP, this instruction is used to compare the data at the accumulator with the data present in the memory location. CMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ബൈ ദ കമ്പാരിസൺ ദ ഫ്ലാഗ് ആർ സെറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ്. വൈൽ ദ ഡാറ്റ ബീങ് കമ്പയർഡ് റിമൈൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് CMP എന്നില്ല ഇത് യൂസ് ചെയ്യുന്നത്. CMP R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ രജിസ്റ്റർ, CMP M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ മെമ്മറി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ CPI ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കമ്പയർ ഇമ്മീഡിയറ്റ് വിത്ത് അക്യുമുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ആ ഭാഗം തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.